10 വർഷം മുൻപത്തെ സ്കൂളുകളെയല്ല ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാലയങ്ങൾ. അതിന്റെ രൂപഭാവങ്ങൾ മാറിയിരിക്കുന്നു. പൊട്ടിപ്പൊളിഞ്ഞ ക്ലാസ് മുറികളും പഴകിദ്രവിച്ച സ്കൂൾ കെട്ടിടങ്ങളും ലാഭകരമല്ലെന്ന പേരിൽ അടച്ചുപൂട്ടുന്ന വിദ്യാലയങ്ങളും ഓർമ്മകൾ മാത്രമായി കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ഏറ്റവും മികവുറ്റ ഭരണ നേട്ടം അതാണ് കേരളത്തിലെ 550 പുത്തൻ സ്കൂൾ കെട്ടിടങ്ങൾ. കിഫ്ബിയിലൂടെ 2460 കോടി രൂപ ചെലവിൽ ആകെ 973 കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന സർക്കാർ അടിസ്ഥാന വികസന രംഗത്ത് മാത്രം 5000 കോടി രൂപയുടെ വികസനമാണ് ഇതിനകം യാഥാർത്ഥ്യമാക്കിയത്. 500,000-ലധികം ഹൈടെക് ക്ലാസ് മുറികൾ, ടിങ്കറിംഗ് റോബോട്ടിക്സ് ലാബുകൾ, റോബോട്ടിക്സ്, AI 3D മോഡലിംഗ് പരിശീലനം, 4 ലക്ഷം അമ്മമാർക്ക് സൈബർ സുരക്ഷാ പരിശീലനം, ഇലക്ട്രോണിക്സ് ഇന്റർനെറ്റ് സൈബർ സുരക്ഷ, മൊബൈൽ ആപ്പ് നിർമ്മാണ പരിശീലനം എന്നിവയെല്ലാം സാധ്യമാക്കുന്ന കേരളം സ്കൂളുകളിൽ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പാഠപുസ്തകങ്ങളും സൗജന്യമായി യൂണിഫോമും നൽകി. രാജ്യത്തിനാകെ മാതൃകയായി സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതിയും ചില സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണവും നടപ്പാക്കിയും സ്കൂളുകളിൽ തുല്യത ഉറപ്പാക്കിയും 6207 സ്കൂളുകളിൽ 3.74 ലക്ഷം ഡിജിറ്റൽ ഉപകരണങ്ങൾ വിതരണം ചെയ്തും അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിനായി സമഗ്ര പദ്ധതി നടപ്പിലാക്കിയുമെല്ലാം ഈ രംഗത്ത് രാജ്യത്തിന് മാതൃക തീർക്കുകയാണ് അഭിമാന കേരളം.